ആ നമസ്കാരം. SRPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നടേശൻ അവറുകളെയും അവരുടെ കുടുംബാധിപത്യത്തിനുമെതിരെ കോടതി വിധി വന്നതിനെക്കുറിച്ച് SRP സ്റ്റേറ്റ് ലീഡർ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. ഞാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി SRPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ആണ് പ്രതികരിക്കുന്നത്. എൻ്റെ പേര് പി ചന്ദ്രബോസ് എന്നാണ്. നിരന്തരമായി SNDP യോഗ നേതൃത്വം വെള്ളാപ്പള്ളി നടേശൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹം ആ പദവി വിട്ട് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെടുകയും ചെയ്ത ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ അത്ര പരിതാപകരമാണ്. ഗുരുദേവൻ എന്താണോ ആഗ്രഹിച്ചത്, ഗുരുദേവൻ എന്ത് അരുത് എന്ന് പറഞ്ഞുവോ അവയൊക്കെ തന്നെ ചെയ്യുന്ന ആളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ഗുരുവിൻ്റെ സന്ദേശത്തെ വികലമാക്കിക്കൊണ്ട് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന മദ്യക്കച്ചവടം. അങ്ങനെ ഒരു മദ്യക്കച്ചവടക്കാരൻ SNDP യോഗത്തിൻ്റെ തലപ്പത്തിരുന്നാൽ ഉണ്ടാകുന്ന വിപത്തുകളാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകരാണ് ഞാൻ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 2018 ഇന്ത്യ മഹാരാജ്യം കണ്ടതും കേരളം കണ്ടതുമായ സാമ്പത്തിക സംവരണം എന്ന സവർണ ജാതിക്കുള്ള സംവരണം. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരാഞ്ഞതും ആ നിയമം കേരളത്തിൽ നടപ്പാക്കി കേരളത്തിലെ ഈഴവാദി പിന്നോക്ക പട്ടികജാതി വിദ്യാർത്ഥികളുടെയും അവരുടെ ഭാവിയും അപകടത്തിലാക്കുന്ന നിയമം ഇവിടെ ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവ് കേരളത്തിലെ ദേവസ്വം ബോർഡാണ്. ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ദേവസ്വം ബോർഡിൽ 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. ഈ 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ നിയമനം നിലവിലെങ്ങനെയാണ് എന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കും. നിലവിൽ 7000-ഓളം ജീവനക്കാരാണ് ദേവസ്വം ബോർഡിലുള്ളത്. 6500-ൽ പരം ജീവനക്കാരും നായർ നമ്പൂതിരി സമുദായത്തിൽ നിന്നുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വേക്കൻസികളിൽ 94.6% നിയമനങ്ങളും കൈവശം വെച്ച് അനുഭവിക്കുന്നത് ഈ നാട്ടിലെ നായർ നമ്പൂതിരി സമുദായങ്ങളാണ്. അവർക്ക് വീണ്ടും 10% കൊടുക്കുക എന്ന മ്ലേച്ഛമായ നടപടിയാണ് പിണറായി ഗവൺമെൻറ് നടപ്പാക്കിയത്. അതുതന്നെയാണ് 2018 ശ്രീമാൻ നരേന്ദ്രമോദി 3 ദിവസക്കാലം കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം എന്ന പേരിൽ നടപ്പാക്കിയത്. അവിടെ 10% സംവരണമാണ് സാമ്പത്തിക സംവരണം എന്ന പേരിൽ EWS എന്ന പേരിൽ നടപ്പാക്കിയത്. EWS നടപ്പാക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരനെ വിഡ്ഢികളാക്കിയാണ് ചെയ്തത്. കാരണം എന്താ? EWS എന്ന ആനുകൂല്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകാനാണെന്ന വ്യാജ പ്രചരണമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും സാമുദായിക നേതൃത്വങ്ങളും ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞത്. എന്നാൽ സത്യം അതാണോ? സത്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ EWS ലഭിക്കണമെങ്കിൽ അവർ നായരായോ നമ്പൂതിരിയായോ സുറിയാനി ക്രിസ്ത്യാനിയായോ ജനിക്കണം എന്നതാണ് സത്യം. കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും ജനസംഖ്യയിൽ 20%-ൽ താഴെയാണ് സവർണ വിഭാഗങ്ങൾ. ആ 20%-ൽ താഴെയുള്ളവരുടെ കയ്യിലാണ് ഉദ്യോഗങ്ങളുടെയും സമ്പത്തിൻ്റെയും 60% കയ്യിരിക്കുന്നത്. അവർക്ക് വീണ്ടും 10% സംവരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ് സഹായിക്കുന്നത്? സംവരണം എന്ന തത്വം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനയിലൂടെ ഉറപ്പു നൽകാനത്
നീതി നിഷേധിക്കപ്പെട്ടവർക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയാണ്. ആ അവസരം നൽകുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ നിയമത്തെ തെറ്റായ സന്ദേശത്തിലൂടെ മുടക്കുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്തത്. പക്ഷേ കേരളത്തിൽ ആരും മിണ്ടിയില്ല. എന്താ കാര്യം? SNDP യോഗത്തിൻ്റെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നത് കൊണ്ടാണ് പിന്നോക്ക സമുദായങ്ങളെ ബാധിക്കുന്ന ഇത്തരം തീഷ്ണമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും പ്രതിഷേധിക്കുവാനും പ്രതികരിക്കാനും ഒക്കാതെ വന്നത്. അവിടെയാണ് SNDP യോഗം എന്തിനുണ്ടായി എന്ന് നാം പഠിക്കണം. 1903 ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും അടങ്ങുന്ന ആളുകൾ SNDP യോഗത്തിന് രൂപം കൊടുക്കുമ്പോൾ അതിന് പാത്രീഭൂതമായ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ MBBS ബിരുദം കഴിഞ്ഞ് ഞാൻ ഡോക്ടറാണ്, എനിക്ക് ജോലി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ രാജാവിനെ കാണുകയും ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ജോലി കൊടുക്കാതെ പോയി ചെറിയ തെങ്ങ് ചെത്തിക്കോളാൻ പറയുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായാണ് SNDP യോഗം രൂപീകരിക്കേണ്ടി വന്നത്. അതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുവാനാണ് SNDP യോഗം. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അതിന് ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശന് SNDP യോഗത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് ഒന്നു മാത്രമാണ്. SNDP യോഗത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നും കോഴ പിരിക്കുവാനും കീശ വീർപ്പിക്കുവാനും മാത്രമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം R ശങ്കറിൻ്റെ കാലത്ത് നമുക്കെല്ലാം അറിയാം. 13 കോളേജുകളാണ് SNDP യോഗത്തിന് ലഭിച്ചത്. ആ 13 കോളേജുകൾ R ശങ്കർ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലഭിച്ചുവെങ്കിൽ R ശങ്കർ ഇരുന്നതിൻ്റെ 3 ഇരട്ടി, 4 ഇരട്ടി കാലം വെള്ളാപ്പള്ളി നടേശൻ ഇരുന്നില്ലേ? എത്ര എയ്ഡഡ് കോളേജുകൾ SNDP യോഗത്തിന് വെള്ളാപ്പള്ളി നടേശൻ്റെ 30 വർഷക്കാലം കിട്ടി എന്ന് ചോദിച്ചാൽ 0 എന്നാണ് മറുപടി. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപക അനധ്യാപക നിയമനങ്ങൾ, ആ നിയമനങ്ങൾ ലഭിക്കണമെങ്കിൽ ലക്ഷോപലക്ഷം രൂപ കോഴ കൊടുക്കണം. അതാണ് നടന്നത്. എന്നാൽ ആ കോഴ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? സംഭാവന രസീതെങ്കിലും കൊടുക്കണ്ടേ? വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തിട്ടില്ല. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിൻ്റെ SNDP യോഗത്തെ തകർക്കുന്നതിൻ്റെ രീതി. SNDP യോഗത്തിൻ്റെ ഫണ്ടിലോ SN ട്രസ്റ്റ് ഫണ്ടിലേക്കോ ഇത് വരുന്നില്ല. 70 ലക്ഷം 80 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്. ഈ 70-80 ലക്ഷം രൂപ മേടിച്ചു, കണക്കിലില്ല. എന്നാൽ NSS അവരും ഉണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അവർക്കുമുണ്ട് കോളേജ്, മുസ്ലിം മാനേജ്മെൻറ്റ് അവർക്കുമുണ്ട് കോളേജ്, അവരെല്ലാം തന്നെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷെ അവരൊക്കെയും സംഭാവന മേടിച്ചാൽ രസീത് കൊടുക്കുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. അങ്ങനെയുള്ള അഴിമതിക്കാരനായ വെള്ളാപ്പള്ളി നടേശൻ പുറത്തു പോയത് നല്ലതാണ് എന്നാണ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം. SRPയുടെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ചെറിയ വിഷയം കൂടി പറയാം. വെള്ളാപ്പള്ളി നടേശൻ്റെ കാലഘട്ടത്തിലുള്ള ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രബല പിന്നോക്ക സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായവും ഈഴവ സമുദായവുമാണ്. ആ ജാതി സെൻസസ് കൊണ്ടുള്ള പ്രയോജനമാർക്കാണ്? ഈ നാട്ടിലെ ഈഴവ സമുദായത്തിനും പിന്നോക്ക സമുദായങ്ങൾക്കുമാണ്. എന്താണ് അതിൻ്റെ പ്രയോജനം? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതു ഖജനാവ് ആരിലേക്ക് ചെന്നെത്തുന്നു എന്നറിയുവാനും അതുകൊണ്ടുള്ള നേട്ടമാർക്കാണെന്ന് അറിയുവാനും ജാതി സെൻസസ് നടപ്പെങ്കിൽ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കിയെങ്കിൽ മാത്രമേ ആരുടെ കയ്യിലാണ് സർക്കാർ ഉദ്യോഗം, ആരുടെ കയ്യിലാണ് ഭൂസമ്പത്ത്, ആരുടെ കയ്യിലാണ് രാഷ്ട്രീയ അധികാരം, ഇവയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പരിരക്ഷ കൊടുത്ത് അവരെ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളുടെ വളർച്ചാ നിരക്കറിയാൻ വേണ്ടിയുള്ള ജാതി സെൻസസ് പോലും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രക്ഷോഭം നടത്താൻ വെള്ളാപ്പള്ളി നടേശനെ കണ്ടില്ല. കാര്യം എന്താ? വെള്ളാപ്പള്ളി നടേശൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഭയക്കണം.
ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ ഭയക്കണം. പിന്നെന്താണ് അടുത്തത്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഞാൻ SNDP യോഗത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെയോ ചെയ്തു എന്ന അതിൽ പുള്ളി പ്രധാനമായി പറയുന്നത് മൈക്രോ ഫിനാൻസാണ്. ഈ മൈക്രോ ഫിനാൻസിനെ പറ്റി പറയുമ്പോൾ അതിൽ ശരിക്കും ഇപ്പോൾ 127 കേസുകൾ മൈക്രോ ഫൈനാൻസ് അഴിമതിയുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് വെള്ളാപ്പള്ളി. അത് കൊടുത്തതാകട്ടെ ശ്രീ VS അച്യുതാനന്ദന്. എന്താണ് അഴിമതി എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഇപ്പോഴും അജ്ഞതയുണ്ട് അക്കാര്യത്തിൽ. പിന്നോക്ക വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഇടുന്നു. കേരളത്തിലെ 70% മുകളിലുള്ള പിന്നോക്ക സമുദായ അംഗങ്ങളെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രൂപീകരിച്ച കോർപ്പറേഷൻ്റെ പേരാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ. ആ പിന്നോക്ക വികസന കോർപ്പറേഷൻ സാമ്പത്തിക സഹായം നൽകുന്നത് നബാർഡ. ആ പിന്നോക്ക വികസന കോർപ്പറേഷൻ വെറും 3% പലിശയ്ക്ക് മൈക്രോ ഫിനാൻസ് സംവിധാനം നൽകുന്നുണ്ട്. 16 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശൻ രേഖകളുണ്ടാക്കി SNDP യോഗത്തെ പണയപ്പെടുത്തിക്കൊണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷൻ പണമെടുത്തത്. പക്ഷെ എന്താ ചെയ്തത്? ഇത് സാധാരണക്കാരായ അംഗങ്ങളിൽ എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നാമമാത്രമായ ആളുകൾക്ക് കൊടുത്തു. ഈ കൊടുത്തവരുടെ കയ്യിൽ നിന്ന് എത്ര മേടിച്ച പലിശ? 12%. എന്നാൽ ഇതേ സമയത്ത് തന്നെ കേരളത്തിലെ മുസ്ലിം ജമായത്ത് പിന്നോക്ക വികസന കോർപ്പറേഷന് പണമെടുത്തു. അവർ പണമെടുത്തിട്ട് എന്താ ചെയ്തത്? സാധാരണക്കാരായ സമുദായങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് സമുദായങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ പലിശ തരണ്ട, ഞങ്ങളിത് ജമായത്തുകളിൽ നടച്ചോളാം. ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പണം തിരിച്ചടച്ചോ? തിരിച്ചടച്ചില്ല. എന്താണ് ഫലം? ഇപ്പോഴത്തെ ഫലം SNDP യോഗം പിന്നോക്ക വികസന കോർപ്പറേഷൻ പണം കൊടുക്കാനുള്ളതിനാൽ ഈഴവ സമുദായത്തെ പിന്നോക്ക വികസന കോർപ്പറേഷൻ കരിമ്പട്ടികയിൽപ്പെടുത്തി. അതുകൊണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 3% പലിശയ്ക്ക് പണം തരുന്ന അവസ്ഥ നിശ്ചലമായി. കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കിട്ടേണ്ട തുക കിട്ടാതെയായി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന് ചെയ്യുന്നത് നല്ലതോ ചീത്തയോ? ഈ നാട്ടിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മുമ്പാകെ ഞങ്ങളുടെ പാർട്ടി SRP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണ്. അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അധികാര സ്ഥാനത്ത് നിന്നും പോയത് ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നത്. കോടതി എന്താ പറഞ്ഞേ? അടുത്തത് എന്താ കോടതി പറഞ്ഞേ? അത് കോടതി എന്താ പറഞ്ഞേ? കോടതി പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ കണക്ക് കൊടുത്തിട്ടില്ല. മോട്ടിക്കുന്നാക്ക് കണക്ക് കൊടുക്കാൻ ഒക്കുവോ? മോഷ്ടാവിന് കണക്ക് കൊടുക്കാൻ ഒക്കുവോ? കൊടുക്കാത്തില്ല. അതേ നടന്നുള്ളൂ. ഇനി അടുത്തതെന്താ? വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ മാറ്റുന്നതിന് മുൻപൊരു സംഭവമുണ്ട്. 2021 19ാമത് SNDP യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗം നടക്കേണ്ടിയിരുന്നത്. അന്ന് ഇലക്ഷൻ വിജ്ഞാപനം നടത്തി, റിട്ടേണിംഗ് ഓഫീസറെ വെച്ചു, നോമിനേഷൻ വാങ്ങി. അപ്പോൾ ഈ നോമിനേഷൻ വാങ്ങാൻ ഞങ്ങളൊക്കെ ചെന്നവരാണ്. അവിടെ ചെന്നപ്പോൾ നോട്ടീസ് ബോർഡിൽ പരസ്യമുണ്ട്. എന്താ പരസ്യം? SN ട്രസ്റ്റ് ഓഫീസിൽ SNDP യോഗം ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെ യോഗ്യത ഉണ്ടാകണം ഒരു ക്യാൻഡിഡേറ്റിനെന്ന്. ആ യോഗ്യതയുടെ ഭാഗമായി അവിടെ എഴുതി വച്ചിരുന്നത് പ്രധാനമായ ഒന്നാണ്, SNDP യോഗത്തിൽ മത്സരിക്കണമെങ്കിൽ DIN നമ്പർ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്നെപ്പോലുള്ളവർക്ക് DIN ഇല്ല. ഞങ്ങളൊരു കമ്പനിയുടെ ഡയറക്ട് ബോർഡ് മെമ്പർ അല്ല. അതുകൊണ്ട് എനിക്കൊന്നും DIN ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. 11 പേർക്കാണ് അന്ന് DIN നമ്പർ ഉള്ളവർ നോമിനേഷൻ കൊടുത്തത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പാനലിൽ നിന്നും 4 പേരും സൗത്ത് ഇന്ത്യൻ ആർ വിനോദിൻ്റെ നേതൃത്വത്തിൽ ഉള്ള 7 പേരും അങ്ങനെ 11 പേര് കൊടുത്തു. ഈ 11 പേര് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്നും 3 പേര് നോമിനേഷൻ ഡേറ്റ് പിൻവലിക്കേണ്ട സമയത്ത് പിൻവലിച്ചു എന്ന് മാത്രമല്ല, അവിടെ നടന്ന കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് നമ്മളിപ്പോഴും ജനത്തിനറിയാത്തത്. സ്കൂട്ടണി സമയത്ത്, പിറ്റേന്ന് സ്കൂട്ടണിയാണ്, ആ സ്കൂട്ടണി സമയത്ത് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി എഴുതി കൊടുത്തു. എന്താ പരാതി എന്നറിയണ്ടേ? വെള്ളാപ്പള്ളി നടേശന് DIN ഇല്ല, സോമന് DIN ഇല്ല, ഡോക്ടർ സോമന് DIN ഇല്ല, തുഷാറിന് 2 DIN ഉണ്ട്, അത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് DIN ഇല്ലാത്തവരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. കാര്യം എന്താ?
നോമിനേഷൻ ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഡിന്നില്ലാത്തവർ അയോഗ്യരാണെന്ന്. ഇത് പറഞ്ഞ് നിരവധി ആളുകളെ പുറത്താക്കി, നോമിനേഷൻ പിന്തള്ളി. അങ്ങനെ നോമിനേഷൻ തള്ളിയതൊന്നാണ് പാലായിലെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. പഴയ SNDPയുടെ വക്താവായി നടന്ന ആളാണ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. പുള്ളിയെ പുറത്താക്കിയതിനാ, അങ്ങനെ പുറത്താക്കി. അപ്പോൾ അങ്ങനെ പുറത്താക്കിയ മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ നീതി വെള്ളാപ്പള്ളി നടേശന് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തത്. പരാതി കണ്ടു, റിട്ടേണിംഗ് ഓഫീസർ വായിച്ചപ്പോൾ കാര്യം ശരിയാണ്, മിണ്ടാനൊക്കത്തില്ല. പക്ഷേ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച ആരാ? വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ വെച്ച റിട്ടേണിംഗ് ഓഫീസർക്ക് വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കാൻ ഉള്ള തൻ്റെ ഇടമില്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്വയം രാജിവെച്ച് പുറത്തുപോയി. അങ്ങനെ പുറത്തു പോയപ്പോഴാണ് ശ്രീമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. എവിടെ? കൊല്ലം കോടതിയിൽ. എന്തുകൊണ്ട് കൊല്ലം കോടതി വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ SNDP യോഗത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ കൊല്ലമാണ്. അതുകൊണ്ട് കൊല്ലം കോടതിയിൽ കേസ് വെച്ചു. അന്ന് കൊല്ലത്തിരുന്ന മുൻസിപ്പ് കോട്ടയത്തെ SNDP ഡയറക്ടർ ബോർഡ് മെമ്പറുടെ മോളായതിനാൽ അവിടെ പക്ഷപാതപരമായ വിധി ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് പരാതി കൊടുത്ത് അത് മാറ്റിച്ചു. ആര്? കരുനാഗപ്പള്ളിയിലേക്ക്. അങ്ങനെ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എവിടെ? കരുനാഗപ്പള്ളിയിലാണ് ഈ കേസ് നിലനിൽക്കുകയാണ്. ഏത്? വെള്ളാപ്പള്ളി നടേശൻ്റെ 2021 ഡിക്ലെയർ ചെയ്ത കേസിൻ്റെ വിധി. അത് ഔട്ടടിച്ചേക്കുക. കരുനാഗപ്പള്ളിയിൽ നിലനിൽക്കുന്ന കേസ്, ആ കേസ് ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോയത് മറ്റ് ചിലർ നടത്തിയ ഉപരികോടതികളിൽ നടത്തിയ ഇടപെടൽ കൊണ്ടാണ്. അത് മാറി കരുനാഗപ്പള്ളി കേസ് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ആ കേസിൻ്റെ പരിണിത ഫലമാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും 19ാമത് വാർഷിക പൊതുയോഗം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ കോടതി സ്റ്റേ ചെയ്തത്. കാര്യം എന്താ? കരുനാഗപ്പള്ളി കോടതിയിൽ അന്ന് വിനോദും പാർട്ടിയും കൊടുത്തിരുന്ന ഒരു പെറ്റീഷനുണ്ട്. അതായത് ഇവരിനി ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കേസിന് വിധി ഉണ്ടാകണം. അതുകൊണ്ട് ഈ വിധി ഉണ്ടാകാതെ ഇലക്ഷൻ പ്രക്രിയയുമായി മുന്നോട്ട് പോകില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വക്കീൽ അന്ന് കോടതിക്ക് രേഖാമൂലം ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉഡായിപ്പ് തെരഞ്ഞെടുപ്പിന് ശ്രമിച്ചതും കോടതി ഇടപെട്ടതും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ കണക്ക് ബോധിപ്പിക്കാത്തതും അതുപോലെ ഡിൻ നമ്പർ ഇല്ലാത്തതുമൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ കോടതി പുറത്താക്കിയത്. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന വിധിയാണത്. അത് അംഗീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അത് ഗുജുവിൻ്റെ നിയോഗം കൂടിയാണ്. കാരണം ശ്രീനാരായണ പ്രസ്ഥാനത്തെ കട്ടുമുടിച്ച് തിന്നുന്നതിന് എന്നും ഗുരു കൂട്ടുനിൽക്കില്ല എന്നതിൻ്റെ തെളിവ് മാത്രമാണ്. അത് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്.